ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ്, അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയാം, ഇഷ്ടമല്ല എന്നല്ല, താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതെന്താണ്? അത് നമ്മുടെ മൈൻഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ബ്രെയിൻ? നമ്മൾ ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? നമ്മുടെ ബ്രെയിനാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയില്ല അല്ലേ? അത് ഇന്നത്തെ കാലത്ത് അറിയാത്ത ആരാളുള്ളത്? പണ്ടെല്ലാം ആണെങ്കിൽ ഹൃദയമാണെന്ന് പറയായിരുന്നു. അന്നത്തെ വിശ്വാസപ്രകാരം ഹൃദയമാണ് ചിന്തകളുടെ ഉറവിടം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാൻ പോണ വിഷയം എന്താ അറിയോ? ഈ ബ്രെയിനിന് അസാധ്യമായ പവറുണ്ട്. അതറിയോ? ഈ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല. അത് സത്യമാണ്. ഗുഹാവാസികളായ മനുഷ്യരായിരുന്ന നമ്മൾ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഊഹിക്കാൻ പോലും പറ്റില്ല. അത്രയും ഡിഫറൻസായി. നമ്മുടെ ബ്രെയിനിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുള്ള ഗുഹാവാസികളായ മനുഷ്യന്മാർ ജീവിച്ചിരുന്നത് എന്തിനാണോ? അവർ ജസ്റ്റ് സർവൈവലിന് വേണ്ടിയാണ്. അതിജീവിക്കുക, നമ്മൾ ജീവിക്കാൻ മരിക്കുക, അത്രയേ ഉള്ളവർക്ക്. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഭക്ഷണം, ഉറക്കം, അതുപോലെ തന്നെ ഉപദ്രവകാരികളായ മൃഗങ്ങളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ഗുഹകളിലാണ് അവർ കഴിഞ്ഞിരുന്നത്. ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ് മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നൊരു സമൂഹമായിരുന്നു മനുഷ്യർ. അവരാണ് ഇന്ന് ഇത്രയും വലിയ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എവിടുന്നാണ്? ബ്രെയിൻ. സോ നമുക്കും നമ്മുടെ ബ്രെയിനിനെ ഒന്ന് ഷാർപ്പ് ചെയ്തെടുത്താൽ നമുക്കും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ്. അതിന് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, വെറുതെ കിട്ടില്ല. അതിന് നമ്മളെ ബ്രെയിനിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, മുന്നേ കാലത്ത് സർവൈവലിന് മാത്രം വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ട ബ്രെയിനാണ് നമ്മുടെ. അപ്പോൾ പൊതുവേ നമ്മുടെ ബ്രെയിൻ മാത്രമല്ല, നമ്മുടെ ബാക്കി ബ്രെയിനിൻ്റെ ജോലി എന്താ വെച്ചാൽ നമ്മുടെ എനർജി സേവ് ചെയ്യുക. എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിലായിട്ട് ബ്രെയിന് താല്പര്യമില്ല. ഇപ്പോൾ ഒരു വിശ്വാസമാവട്ടെ എന്താവട്ടെ, നമുക്ക് പെട്ടെന്നൊരു കാര്യം വിശ്വസിക്കുക, അതിലപ്പുറം അതിനെ പഠിക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസം അല്ലേ? വിശ്വസിക്കാൻ എളുപ്പമാണ് കാര്യങ്ങൾ, പക്ഷേ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും, ഡിസ്ട്രാക്റ്റഡ് ആകും. നമ്മുടെ ബ്രെയിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പോൾ ആ ഒരു കാര്യത്തിനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അത് ബ്രെയിനിൻ്റെ സിസ്റ്റം അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ തുനിഞ്ഞിറങ്ങിയാലുണ്ടല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിക്കാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്തിലാണോ നിങ്ങൾക്ക് താല്പര്യം അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചു നോക്കൂ. അപ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റി തന്നെ മാറിപ്പോകും. കുറേ ആളുകൾക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നൊക്കെ പറയുമല്ലോ, പക്ഷേ സത്യത്തിൽ അവരെന്നെ അറിയുന്നില്ല അവർക്കുണ്ടോ എന്നുള്ളത്. എനിക്കുണ്ടാവാം, നിങ്ങൾക്കുണ്ടാവാം, എല്ലാവർക്കും ഉണ്ടാവും പേഴ്സണാലിറ്റി ഡിസോർഡർ. പക്ഷേ ഇതൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലല്ലോ. ഇത് പഠിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നമുക്കതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ ഈ ബ്രെയിനിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഡീപ്പായിട്ട് നമുക്ക് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ മടിയെ മാറ്റി നമ്മൾ പഠിക്കാൻ ഒരുമ്പെട്ടാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവർ മടിയും പിടിച്ചോടെ ഇരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അവർ എവിടെയെങ്കിലും എത്തുമായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഈ മടിയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരവരുടെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ് അവർക്കിതൊക്കെ ഇതിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നില്ല കേട്ടോ, അതിനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. പക്ഷേ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നിയത് നിങ്ങളോട് ഷെയർ ചെയ്തത് മാത്രം കേട്ടോ. ഇനിയും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എനിക്കറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്താൽ ഞാൻ തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇന്ന് ഇത്രേ പറയാനുള്ളൂ. ഇനിയും നിങ്ങളോട് വീണ്ടും കണ്ടുമുട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.